നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്ക് അമ്മയെ കൂടി കൊണ്ടുവരായിരുന്നു. മനഃപൂർവ്വമല്ലല്ലോ ചന്ദ്രു, യാത്ര ചെയ്യാനൊക്കാത്തോണ്ടല്ലേ. പോകുമ്പോ നമുക്ക് അമ്മയ്ക്ക് മസാല ദോശ പാർസല് വാങ്ങാം. ശരി. വെള്ളം കുടിക്കും. ഇനി എന്തെങ്കിലും വേണോ സാർ? മതി. എല്ലാവർക്കും എല്ലാം മതിയല്ലോ അല്ലേ? ബില്ലെടുക്കട്ടെ സാർ? ബില്ല് എടുത്തോളൂ. ശരി സാർ. സാർ ബില്ല്. ബില്ല് വന്നു. ഇനിയാണ് സീൻ. ഹലോ ഹലോ ഹലോ. ഹേയ്, നിങ്ങളെന്താ ഇതിനകത്ത് മൊബൈൽ ജാമർ വെച്ചുണ്ടോ? റേഞ്ച് കിട്ടുന്നില്ലോ. ഹലോ ഹലോ. ഹേയ്, ഇപ്പൊ കേക്കാമോ? ഹലോ ഹലോ ഹലോ. ഇപ്പൊ അടുത്ത ആളെനിക്കും. കയ്യിലെല്ലാം എണ്ണയായി. ഞാൻ ഒന്ന് കഴുകിയിട്ട് വരാം. അങ്ങനെ വലിയ കേടുപാടുകളൊന്നും പറ്റാതെ ഇവിടുന്ന് ഞാൻ എസ്കേപ്പ് ചെയ്തു. ഹലോ ഹലോ. വേണ്ട, അഭിനയവേ എന്നോട് വേണ്ട. ഇതേ നാടകത്തിൽ തന്നെയാ ഞാനും അഭിനയിക്കുന്നത്. ബാക്കി വെച്ചോളൂ. താങ്ക് യു സാർ. കഴിച്ചോ കഴിച്ചോ. അമ്മയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പണം മുടക്കേണ്ടത് അച്ഛൻ തന്നെയല്ലേ? അതല്ലേ അതിന്റെ ശരി? അതെ, അത് തന്നെ അതിന്റെ ശരി. കറക്റ്റ്. തിരിച്ചു വിളിക്കാന്ന് അയാള് പറഞ്ഞതേ ഞാൻ മറന്നുപോയി. എത്ര കഴുകിയിട്ടും കയ്യിലെ എണ്ണമേ അങ്ങോട്ട് പോകില്ല. വേണ്ട, രണ്ടാളും കഷ്ടപ്പെടണ്ട. അച്ഛൻ ഹോട്ടലിലെ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞു. പേ ചെയ്തോ? ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. എന്ത് ചെയ്യാനാ? അത് പോട്ടെ ഏട്ടാ, നമുക്ക് പിന്നാണേലും ആവാം. പോട്ടെ. ഇപ്രാവശ്യം അച്ഛൻ കൊടുത്തു പോയില്ലേ? ഞാനെന്നാ കൈ കഴുകിയിട്ട് വരാം. ആഹാ, മതിയാക്കിയ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫോൺ കോൾ ആയിരുന്നു. ഇത് അറ്റൻഡ് ചെയ്തില്ലെങ്കിലേ വലിയൊരു നഷ്ടമായത്. കയ്യിലെ എണ്ണമെഴുക്ക് പോയപ്പോഴാ ഒന്ന് ഫ്രഷ് ആയത്. അതെ അതെ. എന്തിനാ നിങ്ങളിങ്ങനെ ഓരോ സൂത്രങ്ങൾ തള്ളിവിടുന്നത്? എന്താ? ഹോട്ടൽ ബിൽ അച്ഛൻ കൊടുത്തു. ബില്ല് കൊടുത്തോ? ഈ അച്ഛന്റെ ഒരു കാര്യം. അല്ല, ഞാൻ ഷെയർ ഇടുമായിരുന്നല്ലോ. വേണ്ടച്ച, ആ പണം കൂടെ അച്ഛൻ പണപ്പെട്ടിയിൽ പൂട്ടി വെച്ചോ. മോനെ മാധവ, അധികം മധുരമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എനിക്കിവിടെ കരുതിയേക്കണേ. ക്രീം ബിസ്ക്കറ്റ് മതിയോ മുത്തശ്ശി? ചിരിക്കാതെ പിള്ളേരെ.
അധിക പ്രസംഗങ്ങള്. ഈ കല്യാണം ഉറച്ചു കിട്ടിയ കല്യാണ ഒരുക്കങ്ങൾക്കും പർച്ചേസിനും ഇടയിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റും. അമ്മയ്ക്ക് എന്താ പതിവില്ലാത്തൊരു തെളിച്ചം? പാവം, എത്ര നാളായി എന്റെ അനിയത്തി കൊച്ചു ഒറ്റത്തടിയായി നിൽക്കുന്നു. നരച്ചു ചുളുങ്ങി നാശമാവാതെ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണമെന്ന പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, കാലെടുത്ത് മാറ്റി പിള്ളേരെ. പ്രകാശൻ എന്ത് പറ്റി? എന്താ സുഖമില്ലേ? അച്ഛൻ പണത്തിന് നന്നേ ഞെരുക്കത്തില. ഈ സാഹചര്യത്തിൽ വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചാൽ നമുക്കും വലിയ ധനനഷ്ടമായിരിക്കും ഫലം. പെണ്ണ് കാണാൻ ആള് വരുന്നു പറഞ്ഞപ്പോ മുതൽ ചേച്ചി ഭയങ്കര അപ്സെറ്റാ. എന്തു പറ്റി ചേച്ചി? എത്രയോ പേരുടെ മുന്നിൽ ഞാൻ അണിഞ്ഞൊരുങ്ങി ചെന്ന് നിന്നു. ഒന്നും നടന്നില്ലല്ലോ. വീണ്ടും അപമാനം ഏറ്റുവാങ്ങാനായി എന്തിനാ വീണ്ടും വീണ്ടും കെട്ടിയൊരുക്കി വിടുന്നേ? കേട്ടില്ല നിങ്ങൾ പറഞ്ഞത്? ഒരർത്ഥത്തിൽ ശരിയാ. ജാതകദോഷത്തെക്കുറിച്ച് അറിഞ്ഞ തലയ്ക്ക് വരെയുള്ള ആരും കെട്ടാൻ തയ്യാറായെന്ന് വരില്ല. നടക്കാത്ത കാര്യത്തിന് ലീവ് എടുത്ത് നിന്നിട്ട് എന്താ കാര്യം? ചേച്ചിയുടെ കല്യാണം നടക്കാതെ ഇത്രയും നീണ്ടുപോയ കാരണക്കാരൻ നമ്മളോടെയാണ്. നമ്മളോ? അതെ, ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പ് നമ്മൾ പ്രേമിച്ച് വിവാഹം കഴിച്ചത് ചേച്ചിക്ക് ദോഷമായി. അനാവശ്യം പറയരുത് കേട്ടോ. എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് വാലുമാട്ടി പുറകെ വന്നത് നീയോ? നിന്റെ പുറകെ ഞാൻ വന്നിട്ടുണ്ടോ? എന്തോന്ന്? നാളത്തെ കാര്യം നാളെ നോക്കാം. എന്നാ ശരി. നല്ല മസാല ദോശയായിരുന്നു. ആഹാ, എല്ലാരും പള്ളിയുറക്കത്തിന് പോയോ? നീ എന്തിനാ എവിടെ നിൽക്കുന്നത്? നീയും പോക്കോ. മോളെ, നീ നാളെ ലീവ് എടുക്കില്ലേ? ലീവ് എടുക്കാതിരിക്കാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ലല്ലോ. നാളെയും കെട്ടി ഒരുങ്ങി ഇറങ്ങിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.